ഹായ് ഹലോ, ഇന്ന് ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. വലിയ സവാളയായിരുന്നു, അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സവാള കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ പൊടികളും കുറച്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ കട്ട് ചെയ്ത സവാളയിലേക്ക് മൈദപ്പൊടി, അരിപ്പൊടി, കടലപ്പൊടി 2 ടീസ്പൂൺ വെച്ചിട്ടാണ് ഇട്ടേക്കണത്. 2 ടീസ്പൂൺ അല്ലാത്ത ടേബിൾ സ്പൂണാണ്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും 2 പിഞ്ച് പെരുംജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കളർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട, വെള്ളം ചേർക്കാണ്ട് തന്നെ കുഴച്ചെടുത്ത ശേഷം ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ ശേഷം വന്ന് നോക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ തുറന്ന് പിന്നെ ഒന്നും കൂടി ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി വെച്ചിട്ടുണ്ടായി. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം ഉള്ളിവടേണ്ടത് മസാല ഇട്ട് കൊടുക്കുക. പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഇതേ രീതിയിലാണ്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ കുഴക്കാൻ. ഞാൻ ഉപ്പ് പറഞ്ഞില്ലായിരുന്നു നേരത്തെ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. കട്ടി കുറച്ചിട്ട് ഉണ്ടാക്കണതാണ് നല്ലത്. കട്ടി അധികം കട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉള്ളൊന്നും വെന്ത് കിട്ടൂല. അപ്പം നല്ല രീതിയിൽ തന്നെ കുറച്ച് കട്ടി നല്ല കുറച്ചിട്ട് ചെയ്യണം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഒതുക്കി വെക്കണേണ്. ഞാൻ ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മൊരിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതും കട്ടൻ ചായയും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.